ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്താഴം കഴിക്കാമെന്ന് നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം തന്നെ നെയ്യത്ത് വെച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ചോറ് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ചെമ്മീൻ കറി വെക്കുന്നുണ്ട്. ആദ്യം മുളകിട്ട് വെച്ചതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തേങ്ങയും കൂടി ഒക്കെ ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുടംപുളി ചേർത്താട്ടോ വെക്കുന്നത്. ഇതിന് പകരം മാങ്ങ ചേർത്ത് വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് കായും കൂടി മെഴുക്കിടാമെന്ന് വിചാരിച്ചു, പച്ചക്ക. അങ്ങനെ നമ്മൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കണം. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കായും കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ആദ്യം തന്നെ തൊലിയൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അപ്പോൾ ഈ കാമെഴുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് മുളകിട്ട് സിമ്പിളായിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മുഴുവൻ കായും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മളെ മീൻകറി സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കായും കൂടി ഒന്ന് മെഴുക്കിടാം. അപ്പുറത്ത് നമ്മൾ ചോറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് ഇട്ട് നല്ലപോലെ ഒന്ന് നിറം മാറി വന്നതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റി പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പകുതിയൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചാലിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മൊത്തത്തിലൊന്നും ആയിട്ടില്ല, എന്നാലും ആ ഒരു ടൈമിൽ ഒരു ആഗ്രഹം വന്നപ്പോൾ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മാങ്ങയും ഉപ്പിലിട്ട് പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുമന്നുള്ളിയാണ് ചതച്ചിടേണ്ടത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സംഭവം റെഡി ആയിട്ടു. ശരിക്കും ഇത് മാങ്ങ നല്ലപോലെ അലിച്ചതിന് ശേഷം കൈ കൊണ്ട് ഞെരടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മാങ്ങ അത്രത്തോളം ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് നോമ്പ് തുറക്കാൻ കടിയായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്നുവടയും ചമ്മന്തി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട ടൈമിൽ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർ ഇതിൽ കുരുമുളക് ചേർത്ത് കൊടുക്കും, ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പൊരിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഹോള് വരുത്തിയ രീതിയിൽ പൊരിച്ചെടുക്കാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഒരു അരിപ്പെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാവ് വെച്ച് പിന്നെ കുറച്ച് കൈയൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഹോളാക്കിയിട്ടാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഭംഗിക്കൊക്കെ കിട്ടും കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ ബോൾസ് ആയിട്ടാണ് കൂടുതലും പൊരിക്കാറ്. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ രണ്ടാമതും അതുപോലെ തന്നെ പൊരിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ഉണ്ടാക്കണ്ട, ഇക്ക കൊണ്ടുവരാന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മാവ് അതുപടി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അതുപോലെ നമ്മൾ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ നമ്മൾ കടിഞ്ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ ഏലക്കയൊക്കെ ഇട്ടാട്ടോ നമ്മൾ കടിഞ്ചായ വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഏലക്കായും അതുപോലെ തേയിലയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇക്ക വന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ചമ്മന്തിയും ഉഴുന്നുവടയും എല്ലാം ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വന്നപ്പോൾ കുറച്ച് കൂടുതൽ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നെയ്പ്പത്തിരിയാണ് കൊണ്ടുവന്നത്. നെയ്പ്പത്തിരി ഐസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ നെയ്പ്പത്തിരി വൈറ്റ് കളറിലാണ് ഇരിക്കുക, ഇവിടെ ഇച്ചിരി യെല്ലോ കളറിലായിരുന്നു കേട്ടോ. പിന്നെ ദാ ഈ ഒരു ഉള്ളിവടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളിവട എൻ്റെ ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഉള്ളിവട. കാണാൻ അത്രയും ലുക്കില്ലെങ്കിലും സംഭവം ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഏത്തയ്ക്കാപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കട്ട്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് സോയാബീൻ്റെ കട്ട്ലേറ്റ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല, തീരെ കഴിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം നമ്മൾ പ്ലേറ്റിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടൈമൊക്കെ ആയപ്പോൾ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാംഗോ ജ്യൂസായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസാണ്. അങ്ങനെ ഇതാ അതും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉഴുന്നുവടയും കട്ട്ലേറ്റും അതുപോലെ ഏത്തയ്ക്കാപ്പവും നെയ്പ്പത്തിരിയും പിന്നെ ഇതാ നമ്മൾ കടിഞ്ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ഉള്ളിവട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമുക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ വിളിച്ച് നോമ്പൊക്കെ തുറന്നു. അങ്ങനെ ഈ ജ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ചായ കുടിച്ചില്ല, ഈ ജ്യൂസ് തന്നെയാണ് കുടിച്ചത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉള്ളിവടയും കഴിച്ചു. ഉഴുന്നുവടയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ ചമ്മന്തി കൂട്ടത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ അത് കഴിച്ച് തീർക്കുമായിരുന്നു. ഉഴുന്നുവടയായിട്ടും ഉള്ളിവടയായിട്ടും എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചമ്മന്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉണ്ടാക്കിയ ഫുഡ് നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഇക്ക കൊണ്ടുവന്ന ഫുഡായിട്ടോ കഴിച്ചത്. അപ്പോൾ ഇക്ക കൊണ്ടുവന്ന ഈ ഒരു മട്ടൺ റൈസാണ്. ഇത് കണ്ട ബിരിയാണിയുടെ സെയിം ലുക്കാണെങ്കിലും ബിരിയാണിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല, മന്തിയായിട്ടും ബന്ധമില്ല. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. മുമ്പ് നമ്മൾ ഇവിടുന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ തീരെ കൊള്ളത്തില്ലായിരുന്നു. ഒട്ടും ഉപ്പില്ലായിരുന്നു, എരിവുമില്ല, പുളിയില്ല, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അതുപോലെ ഇത് ഈ മട്ടൻ വരുന്നത് വലിയൊരു പീസായിട്ടാണ് കേട്ടോ, നമ്മൾ മന്തിക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പീസായിട്ടാണ് കിട്ടുന്നത്. മട്ടനാണെങ്കിൽ വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ബോർ ടേസ്റ്റായിരുന്നു, ഭയങ്കര ഒട്ടും പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ മാങ്ങാച്ചാറൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.